ഒന്നാമത്തെ ടൂൾ നമ്മൾ ഗൂഗിളിൻ്റെ തന്നെ കീവേഡ് പ്ലാനർ എന്നൊരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെയ്ഡ് ടൂളായിട്ടുള്ള ഉബർ സജസ്റ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ആൾക്കാർ റെസ്റ്റോറൻറ്റിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് SEO എന്നുള്ളതും എങ്ങനെയാണ് സെർച്ച് എഞ്ചിൻസ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ SEOയുടെ തന്നെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള കീവേഡ് റിസർച്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കീവേഡ് റിസർച്ച്, എങ്ങനെയാണ് കീവേഡ് റിസർച്ച് ചെയ്യുക എന്നുള്ളതും അതിന് യൂസ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെർച്ച് ചെയ്യുന്നതിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസാണ്. അതിൽ ഒന്നാമത്തെ ടൂൾ നമ്മൾ ഗൂഗിളിൻ്റെ തന്നെ കീവേഡ് പ്ലാനർ എന്നൊരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെയ്ഡ് ടൂളായിട്ടുള്ള ഉബർ സജസ്റ്റ് ആണ്. എന്താണ് കീവേഡ്? അത് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സെർച്ച് എഞ്ചിൻസിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്യുന്ന സെർച്ച് ടേംസിനാണ് നമ്മൾ ടെക്നിക്കലി കീവേഡ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഗൂഗിളിൽ വന്നിട്ട് ഒരാൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മളൊരാൾ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീ എന്ന് സെർച്ച് ചെയ്യുന്നതായിരിക്കാം. ഈ സെർച്ച് ചെയ്യുന്നത് ഒരു സെർച്ച് ടേമാണ് അല്ലെങ്കിൽ ഒരു കീവേഡാണ്. ഇനി ഇങ്ങനെ ഒരുപാട് കീവേഡ്സ് ആൾക്കാർ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് സെർച്ച് ടേംസ് ഓരോ ആൾക്കാർ യൂസ് ചെയ്യും. ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് മീന്നോ, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീന്നോ, അല്ലെങ്കിൽ ബെസ്റ്റ് ഇന്ത്യൻ ഫുഡ് നിയർ മീന്നോ ഒക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യും. അപ്പോൾ ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള റെസ്റ്റോറൻറ്റ്സിനെ കാണിക്കണം, അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ഒരു ട്രാഫിക് കിട്ടുക. അപ്പോൾ അതാണ് നമ്മൾ കീവേഡ് റിസർച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കീവേഡ് എന്ന് മനസ്സിലായി, അല്ലേ? അതായത് ഇനി നമ്മുടെ ആവശ്യം എന്താണ്, ഒരു SEO അനലിസ്റ്റിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ആൾക്കാർ ഓരോ കീവേഡ്സ് ഓരോ ലൊക്കേഷനിൽ നിന്നും സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതാണ് ഒരു SEO അനലിസ്റ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞിട്ട് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീന്നോ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടുള്ള കീവേഡ്സോ എന്തൊക്കെയാണ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ആൾക്കാർ റെസ്റ്റോറൻറ്റിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ നമുക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടി നമ്മൾ കുറേ ടൂൾസ് യൂസ് ചെയ്യും. അതിൽ ഒന്നാമതായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ഗൂഗിളിൻ്റെ തന്നെ കീവേഡ് പ്ലാനർ എന്ന് പറയുന്നത്. ഈ ഒരു ടൂള് ഗൂഗിളിൻ്റെ ആഡ്വേർഡ്സിൻ്റെ ഉള്ളിലുള്ളതാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സെർച്ച് ടേംസ് അല്ലെങ്കിൽ കീവേഡ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ എത്രത്തോളം ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്, ഏത് ലൊക്കേഷനിൽ നിന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്, അത് ആ ഒരു കീവേഡിന് നിങ്ങളുടെ സൈറ്റ് ടോപ്പിലെത്തിക്കാൻ വേണ്ടി എത്രത്തോളം കോംപ്ലിസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾക്ക് ഈ ഒരു ടൂള് ഒരു ഇൻസൈറ്റ് തരും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് SEOയിൽ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ ആഡ്വേർഡ്സിന് അല്ലെങ്കിൽ ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്ത് ഒരു കീവേഡ് ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് കീവേഡ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതിനാണ് ആദ്യത്തെ നമ്മൾ പാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഉബർ സജസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഉബർ സജസ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ കീവേഡ്സ് ഫൈൻഡ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഈ രണ്ട് പാർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കീവേഡ് റിസർച്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ കിട്ടും. ഞാൻ ആദ്യം തന്നെ google.com പോവാം. അത് കഴിഞ്ഞിട്ട് അതിൽ ഗൂഗിൾ കീവേഡ് പ്ലാൻ എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂസ് ദ റൈറ്റ് കീവേഡ്സ് വിത്ത് അവർ റിസർച്ച് ടൂൾ എന്നുള്ളൊരു റിസൾട്ട് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഗോ ടു കീവേഡ് പ്ലാനറിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് യൂസ് ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കവർ ന്യൂ കീവേഡ്സ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ഇവിടെ കൊടുക്കുക. അപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലുള്ള പോലെ നമുക്ക് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നിയർ മീ ഇത് കൊടുക്കുക. അതുപോലെ തന്നെ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇത് സെർച്ച് ചെയ്തു. ഈ രണ്ടോ മൂന്നോ കീവേഡ്സ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി അത് നമുക്ക് തോന്നുന്ന, നമുക്ക് ഒരു റിലേറ്റഡ് ആണെന്ന് തോന്നുന്ന കുറച്ച് കീവേഡ്സ് ആണ് നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ നമ്മൾ മാറ്റാം. ഇപ്പം ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചി എന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കൊച്ചി
കേരള, ഇന്ത്യ എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് സേവ് ചെയ്യുന്നു. ഇനി ഞാൻ ഗെറ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് അത് കൂടാതെ ബ്രോഡിയർ സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒരുപാട് ബാക്കിയുള്ള ലിസ്റ്റിംഗിൽ റിലേറ്റഡ് സജഷൻസും ഗൂഗിൾ നമുക്ക് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിത് സെർച്ചിന്റെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇപ്പൊ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നിയർ മീ എന്നുള്ളത് കൊച്ചി എന്നുള്ള ലൊക്കേഷനിൽ നിന്ന് 1K മുതൽ 10K വരെയാണ്. അതായത് 1000 മുതൽ 10,000 വരെയുള്ള ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ അതിന്റെ സെർച്ചും കോമ്പറ്റീഷനും ആണ് മെയിൻ ആയിട്ട് നമുക്ക് SEOക്ക് വേണ്ടി അത് അറിയേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് 1K to 10K ആണ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ലോ ആണ്. അതായത് നമുക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ വെബ്സൈറ്റിനെ ടോപ്പിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു കീവേഡ് ആണ് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നിയർ മീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് എന്നുള്ളതിന് 100 മുതൽ 1000 ആൾക്കാരാണ് സെർച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് എന്നുള്ളതിന് എത്രയാണ് 100K മുതൽ 1 മില്യൺ വരെ ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. മനസ്സിലായി? അപ്പൊ ഇത്രയാണ് ഇതിന് നമുക്ക് ഫൈൻഡ് ചെയ്തിട്ടുള്ള കീവേഡ്സ്. അതുപോലെ തന്നെ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് എന്തൊക്കെയാന്ന് നോക്കിയേ. ഫുഡ് നിയർ മീ, റെസ്റ്റോറൻറ്റ് നിയർ മീ, ചൈനീസ് ഫുഡ് നിയർ മീ, KFC മെനു, ഫാസ്റ്റ് ഫുഡ് നിയർ മീ, സുഷി നിയർ മീ, പിസ്സ ഹട്ട് നിയർ മീ. ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള സെർച്ചുകൾ കൂടുതലായിട്ട് വരുന്നത്. ഇതിന്റെ എല്ലാത്തിൻ്റെയും സെർച്ച് കീവേഡ്സ്, കീവേഡ് ഐഡിയാസും അതുപോലെ തന്നെ അതിന് മന്ത്ലി സെർച്ചസ് എത്രയുണ്ടെന്നുള്ളതിന് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അതുപോലെ തന്നെ അതിന്റെ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതിനെ കുറിച്ച് സോർട്ട് ചെയ്യാം. കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെർച്ചസിന്റെ വോളിയം വെച്ചിട്ട് അത് സോർട്ട് ചെയ്ത് കാണിക്കും. കണ്ടോ? ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതിന് എന്താണ് റെസ്റ്റോറൻറ്റ്സ് ആണ്. എത്ര ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്? 100K മുതൽ 1 മില്യൺ വരെ സെർച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ റെസ്റ്റോറൻറ്റ് നിയർ മീ എന്നുള്ളത് എത്ര 10K മുതൽ 100K വരെ സെർച്ച് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നിയർ മീ എന്നുള്ളതോ 1K മുതൽ 10K വരെ ഉണ്ട്. കണ്ടോ? ഇതൊക്കെയാണ് ഇതിന്റെ ഓരോരോ ഇതും കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഡിന്നർ, ഷവർമ നിയർ മീ, ഗുഡ് റെസ്റ്റോറൻറ്റ് നിയർ മീ. ഇതൊക്കെയാണ് ആൾക്കാർ കൊച്ചിയിൽ നിന്ന് ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ചുകൾ നടത്തുന്നത്. കണ്ടോ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് കൂടാതെ അതിന്റെ കോമ്പറ്റീഷൻ ഇപ്പൊ എല്ലാം ഓൾമോസ്റ്റ് ലോ കോമ്പറ്റീഷൻ തന്നെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ചില കീവേഡ്സിന് ഇങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് ഹൈ കാണിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഉള്ളിൽ നമ്മൾ ആദ്യം തന്നെ കോമ്പറ്റീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അത് സോർട്ട് ചെയ്യാം. കണ്ടോ? ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് എന്താണ്? ബിരിയാണി പോട്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത്. കണ്ടോ? അതൊരു ബെസ്റ്റ് വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് നിയർ മീയും കോമ്പറ്റീഷൻ കൂടുതലുള്ള കീവേഡാണ്. കണ്ടോ? ബാക്കിയുള്ളതൊക്കെ കുറഞ്ഞ കോമ്പറ്റീഷൻ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഒരു കീവേഡ് സെർച്ച് ചെയ്യുന്നത് മനസ്സിലായി. ഇനി നമ്മൾ ആദ്യം തന്നെ കീവേഡ് നമ്മൾ ഇതുപോലെ ഫൈൻഡ് ചെയ്ത ശേഷം ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നമുക്ക് വേണ്ട കീവേഡ്സ് നമ്മൾ പിക്ക് ചെയ്യും. കണ്ടോ? ആദ്യം തന്നെ റെസ്റ്റോറൻറ്റ്സ് ക്ലിക്ക് ചെയ്തു, റെസ്റ്റോറൻറ്റ് നിയർ മീ ക്ലിക്ക് ചെയ്തു, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നിയർ മീ ക്ലിക്ക് ചെയ്തു, ഫുഡ് നിയർ മീ ക്ലിക്ക് ചെയ്തു. പിസ്സ ഹട്ട് ഇതൊന്നും നമുക്ക് വേണ്ട. അതിനുശേഷം ചിലപ്പോൾ ഷവർമ വെക്കുന്ന ഒരു ഷോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഗുഡ് റെസ്റ്റോറൻറ്റ് നിയർ മീ ഇത് ചെയ്യാം. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യാം. ബിരിയാണി നിയർ മീ സെലക്ട് ചെയ്യാം. നിയർ ബൈ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യാം. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യാം. കണ്ടോ? ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അപ്പൊ ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ഞാൻ അതിന് എന്ത് ചെയ്യുന്നു? 10 എണ്ണം ഒരു 10 എണ്ണം ഞാൻ ഇതിന് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ 10 കീവേഡ്സ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം ഒരു പ്ലാനറിലേക്ക് മാറ്റുവാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് കീവേഡ്സ് ഒരു പ്ലാനറിലേക്ക് ഞാൻ അതിനെ മാറ്റി. മനസ്സിലായോ? അപ്പൊ അത് ഞാനിവിടെ പ്ലാനറിൽ കാണാൻ പറ്റും. ഇനി അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീണ്ടും ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി അല്ലെങ്കിൽ ബിരിയാണി റെസ്റ്റോറൻറ്റ് എന്ന് സെർച്ച് ചെയ്തു. ഞാൻ അതിന്റെ റിസൾട്ട് ഫൈൻഡ് ചെയ്യുകയാണ്. കണ്ടോ? കൊച്ചിയിൽ നിന്ന് ഈ ഒരു കീവേഡ്സ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ബിരിയാണി, കായ്സ് ബിരിയാണി, കണ്ടോ? കട്ടി ബിരിയാണി, ബിരിയാണി വിത്ത് ചിക്കൻ, ബിരിയാണി റെസ്റ്റോറൻറ്റ്. ഇതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള കീവേഡ്സ് ഞാൻ ഇതുപോലെ തന്നെ എടുക്കുന്നു. കണ്ടോ? കണ്ടോ? ഇതൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്നു. ഒരു 10 കീവേഡ് ഇതുപോലെ തന്നെ എടുക്കുകയാണ്. കണ്ടോ? ഓക്കെ, ഞാൻ ഇതിന്റെ ആവറേജ് ഇതിന്റെ സെർച്ചസും അതുപോലെ തന്നെ ഈ വേണ്ട കീവേഡ് വെച്ചിട്ടാണ് നോക്കുന്നത്. ലോയും മീഡിയം ഒക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ്സ്. അതിന്റെ ഒരു കോമ്പറ്റീഷൻ ലോയോ മീഡിയോ ആയിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിത് ആഡ് കീവേഡ്സിലേക്ക് നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ടോട്ടൽ 20 കീവേഡ്സ് നമ്മൾ സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് എങ്ങനെ കാണാം? ഇവിടെ നമ്മൾ കീവേഡ് പ്ലാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള 20 കീവേഡ്സ് കണ്ടോ? ഈ ഒരു 20 കീവേഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും.
ഓക്കെ, ഇനി നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ലോ ആണ് കോമ്പറ്റീഷൻ. അതായത് ഈ ഒരു കീവേഡ്സിന് അല്ലെങ്കിൽ ഒരു ഇതിന് ഒരുപാട് SEO അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കാണിക്കുന്നത്. നിങ്ങൾ നോക്കുന്ന ബാക്കിയുള്ള ബിസിനസ്സിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളതാണെങ്കിൽ അതിന്റെ കോമ്പറ്റീഷൻ ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ബിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ആഡ്സിന്റെ കാര്യത്തിന് വരുന്നത്. നമ്മൾ ഗൂഗിൾ ആഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് കീവേഡും അതിന്റെ സെർച്ചും അതിന്റെ കോമ്പറ്റീഷനും, ഈ ഒരു 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് കഴിഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഇതെല്ലാം നമ്മൾ ടോട്ടൽ ആഡ് ചെയ്ത് വെച്ച കീവേഡ്സിനെ മൊത്തം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം ഞാൻ CSV ഫോർമാറ്റ് ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇവിടെ എല്ലാം എനിക്ക് ഇതിൽ കിട്ടി ഉണ്ടോ, അതിന്റെ എത്ര ക്ലിക്സ് അല്ലെങ്കിൽ എത്ര സെർച്ചസ് നമുക്ക് നോക്കാന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ കീവേഡ് ഏതാന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് കിട്ടി. ഈ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 20 കീവേഡ്സ് ആണ് നമ്മളെ ഓൺ പേജ് SEOക്ക് വേണ്ടി നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്ത് കീവേഡ്സ് ഫൈൻഡ് ചെയ്യാൻ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഉബർ സജസ്റ്റ് എന്നുള്ള ടൂൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് കീവേഡ് ഫൈൻഡ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം.